അതെ, ഇത് ബുക്സൊക്കെ വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ ബുക്ക് മാർക്സ്. ഞാനിത് കുറേ നോക്കി. ഞാൻ ചിലപ്പോൾ പേപ്പറോ അതോ ഇതൊക്കെ വെച്ചാണ് വായിച്ച കാര്യങ്ങൾ നമ്മൾ വായിച്ച് തീരുന്ന ആ ഭാഗമൊക്കെ ഇതാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുക എനിക്കൊരു ബുക്ക് മാർക്ക് വേണമെന്ന്. അപ്പം വാങ്ങിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് തൃപ്തിയുള്ളതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ നമ്മുടെ ജെമിനിയോടും ചാറ്റ് ജിപിടിയോടും ഒക്കെ ഹെൽപ്പ് ചോദിച്ച് ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് ബുക്സൊക്കെ പെറുക്കി വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി തരാമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി തന്നു. ഞാനപ്പോൾ ഇൻഷോട്ടിൻ്റെ ഹെൽപ്പോടുകൂടി ഒരു A4 സൈസിൻ്റെ ഇതിന് വരുന്ന രീതിയിൽ കുറച്ച് പേപ്പർ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അത് ആ ഒരു ഇതിൽ ബുക്ക് മാർക്കിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡില്ലേ, ആ കാർഡ്ബോർഡ് ഇച്ചിരി കട്ടിയുള്ളൊരു ഇതെടുത്തിട്ട് അതിൻ്റെ ഇങ്ങോട്ട്, അതായത് ഒരു പിക്ചർ തന്നെ രണ്ടെണ്ണം എടുക്കണം, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് ഒട്ടിക്കണമല്ലോ. അപ്പം അതുപോലെ എടുത്തിട്ട് ഞാനത് ഒരു കാർഡ്ബോർഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിച്ച് അതിനുശേഷം ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ എൻഡ് വരുമ്പോഴത്തേന്, അതായത് ആ ഒരു അറ്റം വരുന്ന ഭാഗമൊന്നും നമ്മുടെ ആ പിക്ചറിന് നടുക്ക് വരാത്ത രീതി സൈഡിൽ വരുന്ന രീതി വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഹാങ് ചെയ്യണേ. ഇതിപ്പം എൻ്റെ ചെറിയ മോള് തന്ന് എനിക്കൊരു ഹാങ് ചെയ്യാനായിട്ടൊരു സംഭവം തന്നു. ഇത് വെച്ച് ഞാനിത് ഹാങ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം, അതുപോലെ തന്നെ വേറൊരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു കാർഡ്ബോർഡിലോട്ട് ഞാൻ ഒരു പിക്ചർ എടുത്തിട്ട് എൻ്റെ പേരൊക്കെ വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒട്ടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻറ്റ് വെച്ചിട്ട് അത് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുന്ന രീതി മതി, കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡ് മതിയല്ലോ. അപ്പോൾ ഞാനത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു, ബാക്ക് സൈഡിലോട്ടാക്കി നല്ല വൃത്തിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാൻ നടുക്കുനിന്നൊന്ന് മടക്കുക, അതായത് ബുക്ക് വായിച്ച് കഴിയുമ്പോഴത്തേന് ഏത് പേജിലോട്ടാണോ ആ പേജിലോട്ട് ഇങ്ങനെ മടക്കി വെക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് വായിക്കുമ്പോഴും അതിങ്ങനെ വെച്ച് ഇങ്ങനെ മറിച്ച് പോകാം. ആ രീതിയിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വേറെ ഞാൻ ഇഷ്ടപ്പെട്ട ബുക്കുകളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബുക്സൊക്കെ കൊടുത്തായിരുന്നു, പക്ഷേ എല്ലാ ബുക്സിൻ്റെ ഇത് വെച്ചല്ല എനിക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിലൊക്കെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലും നീതു വിനോദം എഴുതിയിട്ടുണ്ട്. എന്നിൻ്റെ ഇതൊക്കെ വെച്ചേക്കുന്നത് ഇതിലും ഉണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ബുക്ക് ഷെൽഫ് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പോലൊരു സംഭവം, ഇതും ഞാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കാരണം ബുക്ക് മാർക്ക് മേടിച്ച് നമുക്ക് വെറുതെ പൈസ കളയേണ്ട, വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.